Hello guys, get ready with me. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. മേക്കപ്പിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ജസ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ ആട്ടോ യൂസ് ചെയ്യുന്നത്. കയ്യിലെടുത്തിട്ട് നമുക്കിങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ റീലും വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. പക്ഷേ മടി കാരണം ഭയങ്കര മടിയാണ്. ആൾക്കാരെ ഫേസ് ചെയ്യാനും ഒരു ഇൻട്രോവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഇപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടും എല്ലാവരുടെ സപ്പോർട്ടും കൂടി കിട്ടിയപ്പോൾ ഞാൻ ഒരു കോൺഫിഡൻറ്റ് വന്നു എനിക്ക്. അങ്ങനെയാണ് റീലൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം, എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ നിൽക്കണം എന്ന് പറയുന്നു. സൺസ്ക്രീൻ ഇട്ടപ്പോൾ തന്നെ ചെറിയൊരു ഗ്ലോ പോലെയൊക്കെ വന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഐ ഷാഡോ കൈ കൊണ്ട് തന്നെ കേട്ടോ ഇടുന്നേ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഭയങ്കര മടിയാട്ടോ പുറത്ത് പോവാനും. ഭയങ്കര ഇഷ്ടവുമാണ്, അതേപോലെ തന്നെ മടിയുമാണ്. അത് കാരണം സ്വന്തം കാര്യങ്ങൾക്ക് പോലും പുറത്ത് പോകാറില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മടി മാറാനുള്ള ടിപ്സ് വല്ലതും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ഭയങ്കര മടിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ജോലികൾ ചെയ്യാനൊന്നും മടിയില്ല, പക്ഷെ വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇരുന്ന് മടി പിടിച്ചു. ഇനി ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ, നന്നായിട്ട് വരയുന്നില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് ഐലൈനർ ഇടാം. ഐലൈനർ കണ്ണിൻ്റെ എൻഡിൽ നിന്ന് പിരികത്തിൻ്റെ ആ എൻഡിലേക്കൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യം അങ്ങനെ ചെയ്തിട്ടാണ് പിന്നെ സെൻറ്ററിൽ നിന്ന് ഒന്ന് യോജിപ്പിക്കുക ചെയ്യുക കേട്ടോ. ഞാനിങ്ങനെയാണ് കണ്ണെഴുതാറുള്ളത്. എന്നിട്ട് മുഴുവനായിട്ടും അങ്ങോട്ട് യോജിപ്പിക്കുന്നുണ്ട്. കണ്ണെഴുതൽ ഒരു ടാസ്ക് തന്നെയാണ് ഗൈസ്. ചില ടൈമിൽ കൈ നന്നായിട്ട് വിറയ്ക്കും. കൈ വിറയ്ക്കുമ്പോൾ ഒന്നായിട്ട് കോളായി കിട്ടും. അത്രയും ടൈം വേസ്റ്റും ആയി കിട്ടും. അപ്പോൾ വളരെയധികം സൂക്ഷിച്ചും ശ്രദ്ധയോടും വേണം നമ്മൾ കണ്ണെഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് കണ്ണും കൂടി എഴുതാം. അങ്ങനെ നെക്സ്റ്റ് കണ്ണും എഴുതിയിട്ടുണ്ട്. ഇതാണ് കണ്ണെഴുതിയിട്ടുള്ള ലുക്ക്. എങ്ങനെയുണ്ട് ഗായ്സ്? ഞാൻ ലിപ്സ്റ്റിക് കൊണ്ട് കേട്ടോ ബ്ലഷ് ഇടുന്നത്. നമുക്ക് കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. റെഡ് ഷെയ്ഡിലുള്ളതാട്ടോ ലിപ്സ്റ്റിക്ക്. കുഞ്ഞ് ലിപ്സ്റ്റിക്കാട്ടോ, ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് എന്നൊക്കെ പറയും. അതിൻ്റെ കുറച്ച് ഷെയ്ഡുകളുണ്ട്. ഞാൻ സ്മിട്ടന്ന് വാങ്ങിയതാട്ടോ. ഇനി കൈ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ബ്ലഷും ആയി. ഫേസ് നല്ല ചുവന്ന് തുടുത്തു ഗായ്സ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫേസ് കാണാൻ? ഇനി നെക്സ്റ്റ് ഹൈലൈറ്റർ. നമുക്ക് ഗ്ലോ വേണ്ടോടത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം.
വാവ്, നല്ല ഗ്ലോ ഉണ്ട് ഗൈസ്. ഇനി ഫേസിൽ അപ്ലൈ ചെയ്യാം. ഹൈലൈറ്റർ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. കുറേ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും. തുടച്ചാലും മായ്ച്ചാലും പോവില്ല. ആകെ നാശമായി ഗൈസ് എൻ്റെ ഫേസ്. ചെറിയൊരു ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട്. മൂക്ക് നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇനി താടിയിലും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്ലോ വേണ്ടത് എവിടേക്കാണോ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. വീണ്ടും ഞാൻ നാശമാക്കി അവിടെ ഇട്ടിട്ട്. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ലിപ്സ്റ്റിക്ക്. ഒരു റെഡ് ഷെയ്ഡ് ആട്ടോ ഇത്. മിലൻ്റെ ലിപ്സ്റ്റിക്ക് ആട്ടോ. എൻ്റെ ലിപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. അതുകൊണ്ടാണ് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അങ്ങോട്ട് യോജിക്കുന്നില്ല ഗൈസ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ഇടാം. ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. ഭയങ്കര കളറുണ്ട്. ഒരു ലിപ് ബാമിൻ്റെ ഫീലൊക്കെ ആണ് ഈ ലിപ്സ്റ്റിക്കിന്. അപ്പോൾ ഇനി ഫൈനൽ ലുക്ക് കണ്ടാലോ? ഇതാണ് അപ്പോൾ മേക്കപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗായ്സ്? ഇനി കുറച്ച് ഷോ ഒക്കെ ആവാമല്ലേ. പുറത്ത് പോകാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിലുള്ള ഡ്രസ്സ് തന്നെയാണ് ഇട്ടത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.